ആലപ്പുഴയിൽ KSEB മങ്കൊമ്പ് സെക്ഷൻ ഓഫീസിന്റെ സ്വന്തം ബോട്ട് കേടായി കട്ടപ്പുറത്ത് കയറിയിട്ട് വർഷം 1 പിന്നിടുന്നു. ലക്ഷങ്ങൾ വില വരുന്ന ബോട്ട് തകരാറിലായതോടെ കായൽ മേഖലകളിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാൻ KSEBക്ക് സ്വകാര്യ ബോട്ടുകളെയോ വള്ളങ്ങളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. കായൽ മേഖല ഉൾപ്പെടെ ഒട്ടനവധി പ്രദേശങ്ങൾ മങ്കൊമ്പ് സെക്ഷനിലാണുള്ളത്. അതിനാൽ തന്നെ പ്രദേശങ്ങളിലെവിടെയെങ്കിലും വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ ബോട്ടിനെ ആശ്രയിക്കണം. ദീർഘദൂര ഓട്ടം ആവശ്യമുള്ള കായൽ മേഖലകളിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നാൽ ഇപ്പോൾ മണിക്കൂറുകളോളം സ്വകാര്യ ബോട്ടിനായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. 1 വർഷത്തോളമായി KSEBയുടെ ബോട്ട് കട്ടപ്പുറത്തായിട്ട്. വർഷം അല്ലെ 2 വർഷം കൂടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസിനുള്ള ഒരു സംവിധാനം ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരുന്നെങ്കിൽ ഈ ബോട്ട് ഈ പരിസരത്ത് നശിക്കുമോ എന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ബോട്ടിൻ്റെ ലക്ഷണം കണ്ടില്ലേ? ഈ ബോട്ട് എന്നാ ചെയ്യാൻ പറ്റും? ഒരു ഉദ്യോഗസ്ഥനും ഇതിന് എന്നാന്ന് പോലും ചോദിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. എത്ര മാസമായി ഈ ബോട്ട് ഇവിടെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഈ ബോട്ട് കണ്ടം ചെയ്യും അല്ലേ? വേണ്ട, കുട്ടനാട്ടിന് മങ്കൊമ്പ് സെക്ഷൻ ബോട്ട് വേണ്ടെങ്കിൽ അവർ ലേലം ചെയ്ത് ബോട്ട് ഉപേക്ഷിച്ചേര്. ബോട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ആർക്കും വേണ്ടാത്ത ഒരു പുരാവസ്തു കണക്ക് ഇവിടെ വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ വീട്ടുകാരുടെയും ബുദ്ധിമുട്ടും നമ്മുടെയും ബുദ്ധിമുട്ടും ഇതിലെയുള്ള കുളിക്കാർക്കാരും പോകുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടല്ലേ ഇത്? സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കയറ്റിവെച്ച ബോട്ട് ഇന്ന് പുരാവസ്തുവായി കഴിഞ്ഞിരിക്കുന്നു. അറ്റകുറ്റപ്പണിക്കായി പണമില്ല എന്നതാണ് കാരണം. വൈദ്യുതി രംഗത്തെ അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം നേരിടുന്നതോടെ കുട്ടനാട്ടിലെ ജനങ്ങളും ദുരിതത്തിലാണ്. KSEB ബോട്ട് നന്നാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും പരാതിയുണ്ട്. വൈദ്യുതി രംഗം നഷ്ടത്തിലാണ് എന്ന് സർക്കാർ പറയുമ്പോഴാണ് കുട്ടനാട്ടിലെ KSEBയുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോട്ട് ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.